ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കട്ടെ? യാ. താങ്ക് യു. എല്ലാ ആണുങ്ങളും ഒരുപോലെയാ റോസ്. ആദ്യത്തെ ഒരു ആവേശമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ എനിക്ക് അയാളെ വെറുക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കാറുണ്ട്, നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയത്? മീൻസ് ഇതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ? അങ്ങനെയല്ല, ആദ്യം കാണുമ്പോൾ പേടിയായിരുന്നു. അതെന്താ? ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ടോണി എന്നെ എയർപോർട്ടിൽ വെച്ച് ഡ്രഗ്സുമായിട്ട് അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഓ മൈ ഗോഡ്, ഇതൊക്കെ നേരാണോ? എന്നിട്ട് പിന്നെ? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഞാൻ ഓൺലൈനിൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഓൺലൈനിൽ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലോത്ത്സ് ബൈ ചെയ്യാം, അങ്ങനെ ഓൺലൈനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഓൺലൈനിലൂടെ ജർമ്മനിയിൽ എനിക്ക് ക്ലോത്ത്സ് വിൽക്കാൻ സാധിക്കുമെന്ന്. അവൾ കൊച്ചിയിലുള്ള സപ്ലൈസിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവളുടെ ഒരു ഫ്രണ്ട് ഒരു ഹാൻഡ് ബാഗ് ഏൽപ്പിക്കുമെന്നും ഞാനത് കൊച്ചിയിൽ എത്തിക്കണമെന്നും പറഞ്ഞു. ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഞാനത് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കസ്റ്റംസ് എൻ്റെ ബാഗിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചു. ഞാൻ അറസ്റ്റിലായി. അങ്ങനെ വാസ്കോയുടെ കസ്റ്റഡിയിലുമായി. ഇപ്പോഴും ഞാൻ തന്നെ ഒഫീഷ്യലായി കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നീ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്നെ വിശ്വസിക്കൂ സാർ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാർ. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്ന്. നിന്റെ പേരെന്താ? റോസ്. നീ എവിടെന്നാ? ജർമ്മനി. വേറെ ജർമ്മനി? ബെർലിൻ. ഓക്കെ. ജർമ്മനിൽ എന്ത് ചെയ്യുന്നു? പഠിക്കുക, യൂണിവേഴ്സിറ്റിയിൽ. നീ അവിടെ യൂണി? സോ നീ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം? എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന. ഓ അത് ശരി. സോ നിനക്ക് ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല യൂണിയിൽ. ആൻഡ് യു ഡിസൈഡഡ് ടു സെൽ ഡ്രഗ്സ്? നോ. വാവ്. അത് പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു ലേഡിയെ പരിചയപ്പെട്ടു. അവരെന്നെ ഓൺലൈനിൽ ക്ലോത്ത്സ് വിൽക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവരെന്നെ ഹോൾസെയിൽ സപ്ലയേഴ്സിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെയാ. ഓക്കെ. ടു ബൈ ക്ലോത്ത്സ്? ആ, നീ ഇവിടെ ഇന്ത്യയിൽ വന്നു ക്ലോത്ത്സ് വാങ്ങിക്കാൻ? യെസ്. ഇതിലും വലിയ കഥകൾ എത്രയോ കേട്ടിരിക്കുന്നു ഞാൻ. ചെയ്യില്ല, എന്നെ വിശ്വസിക്കൂ സർ, പ്ലീസ് സർ. ഇതൊക്കെ എങ്ങനെയാ എന്റെ ബാഗിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല സർ. ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റാ. എനിക്ക് എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്താൽ മതി സർ. സോ നീ ഇവിടെ വന്നത് പെണ്ണിനെ കാണാം ഇന്ത്യയിലേക്ക്. അവൾ പറഞ്ഞു സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് തരാം. ഈ പെണ്ണാരാണ്? അവളുടെ പേര് സൂസൻ. അവളുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി ഉണ്ട് എന്റെ വാട്സപ്പിൽ. അവള് പറഞ്ഞു ഇവിടെ വരുമ്പോ വിളിക്കണമെന്ന്. സോ പിന്നെ അവളെന്താ പറയാഞ്ഞേ നിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ? എനിക്കറിയില്ല. ഇവിടെ വരുമ്പോ വിളിക്കണമെന്നും വിളിക്കുമ്പോ ഹോട്ടലിന്റെ അഡ്രസ്സ് പറഞ്ഞു തരാമെന്നും അവിടെ വെച്ച് സപ്ലയേഴ്സിനെ പരിചയപ്പെടുത്തി തരാമെന്നും അവർ പറഞ്ഞിരുന്നു. നമുക്ക് ആദ്യം മീറ്റ് ചെയ്തിട്ട് സപ്ലയേഴ്സിനെ കാണിച്ചു തരാമെന്നാ പറഞ്ഞത്. ഓക്കെ, ഡു വൺ തിങ്, മൊബൈൽ എടുക്ക്, എന്നിട്ട് അവളെ വിളിക്ക്. ഓക്കെ ഓക്കെ, കോൾ ചെയ്യ്. എന്നിട്ട് അവളോട് പറ നീ ഇവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തു.
ഹായ്, റോസാണ്. ഞാനിവിടെ എത്തി. എവറിത്തിങ് ഈസ് ഫൈൻ. നമുക്ക് എവിടെ കാണാം? ഓക്കെ ഓക്കെ, താങ്ക് യു. സീ യു. ഓക്കെ, അവളൊരു ഹോട്ടലിലാണ്. ഹോട്ടലിന്റെ പേര് സീ സൈഡ്. ഓക്കെ, ഓക്കെ. ലെറ്റ്സ് ഗോ. സൂസൻ തോമസ്. റൂം നമ്പർ 409. ഓക്കെ, ഫൈൻ. സർ, ഞാൻ പറഞ്ഞില്ലേ സർ, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സർ. കയറി വാടി. സർ പ്ലീസ് സർ, സർ ഞാൻ പറഞ്ഞതല്ല സത്യം. ചേട്ടാ, ഇനി നീ ഒരു വാക്കൂടെ പറഞ്ഞാ നിന്നെ ഞാൻ നേരെ പിടിച്ച് ജയിലിൽ തള്ളും. മനസ്സിലാടി? ചേട്ടാ, വരാൻ. വായിങ്ങ്. റോസ്, ഇതെൻ്റെ വീടാണ്. നീ ഇവിടെ സേഫ് ആയിരിക്കും. ഓക്കെ? അങ്ങനെ ഞാനിവിടെ എത്തി. ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. ഇവനെ നമ്മൾ ഒരുപാട് കാലം കസ്റ്റഡിയിൽ വെച്ചാൽ ഇവൻ്റെ മാസ്റ്റേഴ്സിന് സസ്പിഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവൻ്റെ ഉടയവനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് അവൻ നോർമലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണോ? ബിക്കോസ് പീറ്റർ ഇസ് ജസ്റ്റ് എ മാസ്ക്. നമുക്ക് വേണ്ടത് ആ മാസ്കിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അവൻ്റെ ലീഡറെയാണ്. സോ ഫോർ ദാറ്റ് ടു ഹാപ്പൻ, പീറ്റർ ഷുഡ് ഹാവ് ഹിസ് നോർമൽ റൊട്ടീൻ ബാക്ക് ടു നോർമൽ. സോ വാട്ട് ഡു യു തിങ്ക്? ശരിയാണ് സാർ. ഇനി അയാൾ നമ്മൾ പറയുന്ന പോലെ ഡ്രഗ്സ് വിൽക്കട്ടെ. എക്സാക്ട്ലി റൈറ്റ്. ഇനി മുതൽ പീറ്റർ നമ്മുടെ മേൽനോട്ടത്തിൽ ഡ്രഗ്സ് വിൽക്കും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? സോ ദാറ്റ് they will make communication to each other and then we can track them down. അവരെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗം ഉണ്ടാക്കണമല്ലോ. അതിനെന്താണ് ഒരു വഴി? We need to create a reason for that. Any idea? സാർ, ഒരു ഐഡിയ ഉണ്ട്. Okay, tell me. ഞാൻ പറഞ്ഞ മണ്ടത്തരാവോന്ന്. Come on, Nisha. We are one team here. ഇതൊരു റിയാലിറ്റി ഷോ ഒന്നുമല്ല. ഞാനൊരു റിയാലിറ്റി ഷോ ജഡ്ജി പോലെ തോന്നുന്നു. സാർ, ഏതായാലും നമ്മൾ പീറ്ററിന്റെ ഫോൺ ടാപ്പ് ചെയ്തില്ലേ? പീറ്റർ അവന്റെ ബോസിനോട് പറഞ്ഞല്ലോ അവന്റെ കടയ്ക്ക് ചുറ്റും പോലീസ് നിരീക്ഷണം ഉണ്ടെന്ന്. അതുകൊണ്ട് ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ സേഫ് അല്ല. അതുകൊണ്ട് ഫോൺ വഴിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും റിസ്ക് ആണെന്ന്. മാത്രമല്ല, പോലീസ് ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് കൂടെ വേണം. Okay. So you want യെസ്. പീറ്റർ അവൻ്റെ ബോസിനെ ഇൻഫോം ചെയ്യണം പോലീസ് അവൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഈസ് റിക്വയർഡ്. ഗുഡ് ഐഡിയ. വർക്കൗട്ട് ആവും.
നിമിഷ, വാട്ട്സ് ദ ലേറ്റസ്റ്റ്? ഇതുവരെ ആരും വിളിച്ചില്ല സാർ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കും. ഡോൺ. ആൻസർ സ്പീക്കറിലിട്. ഹലോ സർ. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? യെസ്. പക്ഷേ എനിക്ക് ചെറിയ സംശയമുണ്ട്. നമ്മുടെ ഫോൺ ആരോ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ? നമ്മുടെ ഷോപ്പിന് ചുറ്റും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പരിചയമില്ലാത്ത കുറേ ആളുകളെ കാണുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രേഞ്ച് ബീപ്പ് സൗണ്ട്. ഫോൺ വിളിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, പറയൂ. പോലീസ് ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിക്കുന്ന അത്ര സേഫ്. നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ സാർ? ഓക്കെ, ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ. ഹലോ, ഗുഡ് ന്യൂസ് ആണ് സാർ. അയാൾ വിളിച്ചു. പീറ്റർ അവൻ്റെ ജോലി നന്നായി ചെയ്തു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ. താങ്ക് യു സാർ. So far so good. ഹലോ സാർ. ഓക്കെ, നമുക്ക് മീറ്റ് ചെയ്യാം. എവിടെയാണ് സാർ? നിനക്കിപ്പോൾ ഒരു പാഴ്സൽ കിട്ടിയില്ലേ? അത് ഓപ്പൺ ചെയ്യും. Come on, let's go. അങ്ങ് പോടാ. Where is your Honor Frost? Sir, call. Come on. Hello. നീ ഒരു പൊട്ടരാവരുത് വാസ്കോ. മൈ ഡിയർ ടോണി വാസ്കോ. നീ എവിടെ വിളിച്ചിരിക്കുന്നു? പറയില്ല വാസ്കോ ഞാൻ എവിടെയാണെന്ന്. നിനക്കറിയോ വാസ്കോ, ഞാനിപ്പോ നിങ്ങളെയൊക്കെ വിസിറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. പറയില്ല വാസ്കോ ഞാൻ എവിടെയാണെന്ന്.
ആരും എന്നെ ശ്രദ്ധിച്ചില്ല. ഓവർ കോൺഫിഡൻസ് വേണ്ട വാസ്കോ. ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത് ബ്രോ. എൻ്റെ കൺമുമ്പിൽ ഒന്ന് നിൽക്കാനുള്ള ധൈര്യം നിനക്കായിട്ടില്ല ഫിറോസ്. സർവീസ് കണ്ട് അവിടെ എടുത്ത് ചോദിക്കും. This shot is from that gun, Vasco. ഞാൻ ആ കുട്ടിക്ക് ഐസ്ക്രീം കൊടുത്തായിരുന്നു. Laugh as much as you want today, but there will be one day when I'll have the final laugh. And that day, I will make it. നിന്റെ തലയാകെ ചൂടായിരിക്കുകയല്ലോ വാസ്കോ. ആ കുട്ടിക്ക് കൊടുത്ത പോലെ ഒരു ഐസ്ക്രീം നിനക്ക് തരട്ടെ, ഒന്ന് കൂളാവാം. എന്റെ